സ്റ്റോറി എന്ന് വെച്ചാൽ മുടി ഉണ്ടായിരുന്നു നേരത്തെ പൈനാപ്പിൾ ഉണ്ടെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിങ്ങനെ മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെച്ച്, അപ്പോൾ മുടി കരിമാടിക്കൂട്ടിന് വേണ്ടിയിട്ട് മുടി മറ്റേ മണിച്ചേട്ടൻ്റെ ആ സ്റ്റൈലിന് വേണ്ടിയിട്ട് മുടി മൊത്തം വെട്ടി കളയേണ്ടി വന്നു. ആണ് ഇതിൽ പറയാനുള്ളത്. മണിച്ചേട്ടൻ്റെ ആ ഒരു ഇത് നമുക്ക് അതേപോലെ വന്നില്ലെങ്കിൽ അതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതേപോലെ വേണ്ടിയിട്ട് മുടിയൊക്കെ കളഞ്ഞ് മണിച്ചേട്ടൻ്റെ ആ മറ്റേ കരിമാടിക്കൂട്ടൻ്റെ ആ ഒരു ലുക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയറൊക്കെ കളഞ്ഞ് പരമാവധി എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ആക്കി. ആ മുടിയല്ല നോക്കുന്നത്, നമ്മളൊരു ആക്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യണമല്ലോ. അതിനുവേണ്ടി മുടി കളഞ്ഞു. ഓക്കെ. അപ്പം ഇതിനു വേണ്ടി ഫണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഓട്ടോ ഓടിച്ചിട്ടാണ് ആ ഫണ്ട് കൂട്ടി വെച്ച്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസുകൾ ചെയ്യണമെങ്കിൽ പൈസ ഇറക്കണം. കാരണം ക്യാമറ, എഡിറ്റിങ്, അതിനകത്ത് അഭിനയിച്ചേക്കണ ആൾക്കാർക്ക് എല്ലാം കൂടി ഒരു എന്താ പറയുക, ഒരു പാക്കേജാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫണ്ട് ഇറക്കണം. മൊബൈലിൽ നമ്മൾ കാണിക്കുന്നത് വേറെ, നമ്മുടെ മൊബൈലിൽ കാണിക്കുന്ന പോലെയല്ല. ഇതേപോലത്തെ ക്രിയേറ്റിവിറ്റി ചെയ്യുമ്പോൾ നമ്മളതുപോലെ ഫണ്ട് ഇറക്കണം. എന്നാലേ നമുക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് ചെയ്യാനുള്ള എനിക്ക് അത്ര സാഹചര്യമൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് SPB ചെയ്തത് ഒരു 4-5 മാസം മുമ്പായിരുന്നു. അത് 1 മില്യൺ കഴിഞ്ഞായിരുന്നു. 4-5 മാസം ഗ്യാപ്പ് എടുത്ത് അപ്പോൾ അത് ഫണ്ട് ഇറക്കിയിട്ടാണ് ചെയ്ത്. അപ്പോൾ ആ ഫണ്ടിൻ്റെ കടം വീട്ടിൽ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തത് നല്ലത് ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തമാശ രീതിയിൽ ഓരോന്ന് ചെയ്യണമെന്നുള്ളു. ഈ കരിമാടിക്കൂട്ടനൊക്കെ പോലത്തെ അതുപോലത്തെ വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് മൊബൈൽ വെച്ചിട്ട് എടുത്തേക്കുന്ന വീഡിയോ അല്ലേ അത്. ഓക്കെ. ആ വീഡിയോയിൽ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ദീപ്തി കല്യാണിയാണ്. ദീപ്തി കല്യാണിയെ ചൂസ് ചെയ്യാനുള്ള കാര്യം? ദീപ്തി ചേച്ചിനെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ കൂടെ പിടിച്ച് നിർത്തണമെന്ന് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ബാംഗ്ലൂരൊക്കെ കർണാടക ആ ഏരിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഇവരെ പലരും പുച്ഛിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി എന്ന് വെച്ചാൽ ചാൻസിന് വേണ്ടിയിട്ട്, സിനിമയുടെ ചാൻസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ ഓഡീഷനും മറ്റേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഓഡീഷൻ, പൂജ, അങ്ങനത്തെ ഓരോ പരിപാടിക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവരെ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഇവരാ കർണാടകയിലും അവിടെയൊക്കെ ഭയങ്കര ദൈവത്തെ പോലെയാണ് കാണുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമുള്ള ഇവരെ വളരെ എന്താ പറയുക ഒരു മോശം രീതിയിൽ ചിത്രീകരിക്കണേ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ദീപ്തി ചേച്ചിനെ ചൂസ് ചെയ്ത് അതുകൊണ്ട് മാത്രമാണ്. നമ്മളുടെ ഒരു രീതിയിൽ കൂടെ ഒന്ന് ഇതായിക്കോട്ടെ, ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. ഈ അലൻ ജോസ് പെരേര ആൻഡ് ആറാട്ടണ്ണൻ ആ ഒരു കോംബോ, അതായത് അതിൻ്റെ കൂടെ എങ്ങനെ എത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ എത്തിപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് സിനിമയിലുണ്ട്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ഡയലോഗുള്ളൊരു വേഷം കിട്ടിയത് തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു പടത്തിലാണ്. അപ്പോൾ ആ പടം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വനിതാ തിയേറ്ററിൽ പോയപ്പോഴാണ് ഇവരായിട്ട് സെറ്റായത്. ഓക്കെ. അങ്ങനെ ഇവരെ കൂടെ നിന്ന് ആ പടം ഇറങ്ങാനായിട്ട് 1.5 വർഷം കുറച്ച് ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ആ പടം ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, അതായത് പടം ഇറങ്ങാൻ കുറച്ച് ദിവസം ഒന്നും പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ പടം പ്രൊമോഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ഇവരാണ് പടത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാർ. ഈ ആറാട്ടണ്ണൊക്കെയാണ് ആ സമയത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ ഇതിൽ നിന്ന് നമ്മുടെ സിനിമ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാമല്ലോ എന്ന് അന്നൊരു കരക്കമ്പി ഉണ്ടായിരുന്നു. നമുക്കത് അറിയില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ തൽക്കാലം അവരോട് നിൽക്കി, നമ്മുടെ സിനിമ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കണം. അവരുണ്ടെങ്കിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ അവർ നിൽക്കണേ, അവരോട് നിൽക്കുന്നു പറഞ്ഞു. പക്ഷെ ആ ഇപ്പോൾ 1.5 വർഷത്തോളം ആയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഞാനും ഭയങ്കരമായിട്ട് വൈറലായി. അവരുടെ കൂടെ നിന്ന് ഒരു കോമാളി ഇമേജ് പോലെ ആയിപ്പോയി എനിക്ക്.